മക്കൾക്ക് വേണ്ടി ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അവരുടെ ജീവിതത്തിലെ ബലഹീനതകൾ, പരാജയങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ, സ്വഭാവത്തിലെ വൈകൃതങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആഴമായി വേദനിപ്പിക്കുകയും അത് നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളതാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മാതാപിതാക്കൾ വളരെ ചുരുക്കമാണ്. ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവർ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് അറിഞ്ഞിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും പ്രാർത്ഥനയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ തിരക്കേറിയ ഈ ലോകത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയും പലപ്പോഴും പല മാതാപിതാക്കളും തങ്ങൾ പേറുന്ന കുറ്റബോധം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി വരികയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തുപോയവരുണ്ട്. പ്രാർത്ഥിച്ച് തളർന്നിട്ട് പ്രാർത്ഥന നിർത്തിയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന തീരുമാനമെടുത്ത് പിന്നോക്കം പോയവരുണ്ട്. മക്കൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും തങ്ങളുടെ തെറ്റുകൾ തിരുത്തപ്പെടാത്തിടത്തോളം മക്കൾ ശരിയാകുകയില്ല എന്നുള്ള നിരാശയ്ക്ക് അടിമപ്പെട്ടവരുണ്ട്. യാതൊരു മാറ്റങ്ങളും കണ്ടിട്ടില്ലെങ്കിലും മക്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് തങ്ങൾ വിളിക്കുന്നതെന്നും തങ്ങളുടെ മരണം വരെയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുടക്കുകയില്ല എന്നും നിശ്ചയിച്ചിട്ടുള്ള മാതാപിതാക്കളും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അടിസ്ഥാനപരമായി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്, മാതാപിതാക്കളായ ആരും പൂർണ്ണതയുള്ളവരല്ല. മക്കളും അങ്ങനെയല്ല കേട്ടോ. മാതാപിതാക്കളും മക്കളും പൂർണ്ണതയുള്ളവരല്ല. എന്നാൽ തങ്ങളുടെ ജീവിതത്തിലെ പിഴവുകളിൽ തന്നെ പിന്നെയും തിരിച്ചറിവോടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ മാതാപിതാക്കൾ തെറ്റുകളുള്ളവരാണെങ്കിലും അവർ ക്രിസ്തുവിൽ വളരുന്നവരാണ്, പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയിലാണ് അവർ എന്ന് മക്കൾ തിരിച്ചറിയുന്നിടത്തോളം തീർച്ചയായിട്ടും മാതാപിതാക്കൾ തങ്ങളുടെ കർത്തവ്യം ദൈവം മുൻപാകെ നിവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ ആരും പൂർണ്ണതയുള്ളവരല്ല. നമ്മൾ ഫേസ്ബുക്കുകളിലും മറ്റ് സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്നത് പോലെ പുറമേയുള്ള അനുഭവങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല വീടിൻ്റെ ഉള്ളറകളിലുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആ വിഷയം തിരിച്ചറിയുക. രണ്ടാമത്, മക്കൾ നമ്മുടെ സ്വന്തം അല്ല, മക്കൾ ദൈവത്തിൻ്റെ അവകാശമാണ്. മക്കളെ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് നിർബന്ധിച്ച് വളർത്തേണ്ടവരല്ല മാതാപിതാക്കൾ. ദൈവത്തെ അറിഞ്ഞിട്ടുള്ള ഓരോ മാതാപിതാക്കളും മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കാണ് വളർത്തേണ്ടത്. ആ തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്, നമ്മുടെ പ്രാർത്ഥനകളിൽ താമസങ്ങൾ കാണുമ്പോൾ ഓർക്കുക, ദൈവം നൽകുന്ന താമസങ്ങൾ ദൈവത്തിൻ്റെ തിരസ്കരണമല്ല, ദൈവം നമ്മളെ തള്ളിക്കളയുന്നതല്ല. God has a time to accomplish his things, his plans. ദൈവത്തിന് തൻ്റെ പദ്ധതികൾ, തൻ്റെ കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ടൈമിങ്സിലാണ്. ആ ദൈവത്തിൻ്റെ സമയങ്ങളെ വിശ്വസിക്കുവാനും അതിൽ ആശ്രയിക്കുവാനും കഴിയുന്ന വ്യക്തികളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. മക്കളുടെ എല്ലാ പരാജയങ്ങൾക്കും മാതാപിതാക്കൾ മാത്രമാണ് ഉത്തരവാദികൾ എന്നുള്ള ചിന്ത, തെറ്റായിട്ടുള്ള കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുവാൻ മാതാപിതാക്കൾ എപ്പോഴും കടമപ്പെട്ടവരായിരിക്കെ തന്നെ അവരുടെ നല്ല മാതൃക മക്കൾക്ക് കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുമ്പോൾ തന്നെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മളാണ് കുറ്റക്കാർ എന്നുള്ള ഒരു ചിന്ത, ഒരു കുറ്റബോധത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിലിട്ട് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ നമ്മളെ അകറ്റിക്കളയുന്നത് പിശാചിൻ്റെ ഒരു പ്രത്യേക സ്കീമാണ്, തന്ത്രമാണ്. അതിന് നമ്മൾ കീഴടങ്ങിക്കൂടാ. നമ്മുടെ ഏത് സ്വഭാവ വൈകൃതങ്ങളാണെങ്കിലും അത് മാറ്റിയെടുക്കണം. വാക്കിലാണെങ്കിലും, നോട്ടത്തിലാണെങ്കിലും, ചിന്തയിലാണെങ്കിലും, പ്രവൃത്തിയിലാണെങ്കിലും. എന്നിട്ട് ആ തിരുത്തലുകൾക്ക് അനുസരിച്ച് നമ്മുടെ മക്കളെ ദൈവഭക്തിയിൽ വളർത്തുവാൻ കഴിയണം. പല മാതാപിതാക്കളും തങ്ങൾ നല്ല കുട്ടികളെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ദേ ആർ ട്രൈയിങ് ടു റേസ് ഗുഡ് ചിൽഡ്രൻ, ഗുഡ് കിഡ്സ്. എന്നാൽ ഭക്തിയുള്ള മക്കളെ വളർത്തിയെടുക്കുവാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല കുട്ടികളെന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാത്തവർ, മറ്റുള്ളവരോടൊക്കെ പുഞ്ചിരിയോടെ ഇടപെടുന്നവർ, നല്ല സ്വഭാവമുള്ളവർ, അങ്ങനെയൊക്കെ. എന്നാൽ ഈ നല്ല സ്വഭാവങ്ങളൊക്കെ ഏത് സമയത്തും മാറിപ്പോകാമെങ്കിലും
സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ മാറിപ്പോകാമെങ്കിലും ഗോഡ്ലി ചിൽഡ്രൻ, ദൈവഭക്തി ഉള്ള തലമുറ, അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ നങ്കൂരമെന്ന് പറഞ്ഞത് ക്രിസ്തുവിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, ദൈവവചനത്തിലാണുള്ളത്. അങ്ങനെയുള്ള മക്കളെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. We are trying to raise good children but not necessarily godly children. അതിനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എങ്ങനെ ദൈവവചനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനാ രീതിയാണ് ദൈവവചനത്തിലൂടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചില ടിപ്സ് മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി 10 കൽപ്പനകളിലൂടെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? 10 കൽപ്പനകൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 10 കൽപ്പനകളുടെ പ്രത്യേകത എന്താണ്? ദൈവം മനുഷ്യന് പഴയ നിയമത്തിൽ നൽകി കൊടുത്ത 10 കൽപ്പനകളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക, ഈ സത്യദൈവമായ കർത്താവിനെ ആരാധിക്കുവാൻ, അറിയുവാൻ, സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, പിന്തുടരുവാൻ, അനുസരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. മുൻപോട്ട് വരുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മോഷ്ടിക്കാതെ, മറ്റുള്ളവരെ കൊല്ലാതെ, ഒരു വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത ഒരു തലമുറ, അന്യരുടേതൊന്നും ആഗ്രഹിക്കാത്ത ഒരു തലമുറ, തങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു തലമുറ, അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ നമ്മുടെ മക്കൾക്ക് വേണ്ടി വല്ലപ്പോഴുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ മനോഹരമായ ഒരു പ്രാർത്ഥനയാവും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റൊരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാൻ വചനത്തിലൂടെ സാധിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഗിരിപ്രഭാഷണത്തിലൂടെയാണ്. ഗിരിപ്രഭാഷണം ഒരു നിക്ഷേപം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അവിടെ സമാധാനം ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളും നമ്മുടെ മക്കളും ഒക്കെ പലപ്പോഴും ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് വെച്ചാൽ എത്ര അനുഗ്രഹമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദാരിദ്ര്യത്തിലൂടെ കടന്നു വരുമ്പോൾ, കരുതുവാൻ ആരുമില്ലാത്തവരായി വരുമ്പോൾ, ആ അധ്യായങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് കടന്നു പോയാൽ ക്ഷമിക്കുവാൻ, മറക്കുവാൻ ഒക്കെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ, അതോടുകൂടെ ഭൂമിയിലുള്ള നന്മകൾ കിട്ടും, അത് മക്കൾ വിശ്വസിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി തന്നെയും ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും. സങ്കീർത്തന വചനങ്ങളിൽ ധാരാളം വാക്യങ്ങൾ പ്രചോദനകരമായി നമുക്കൊക്കെയും ഉണ്ട്, അല്ലേ? അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും. യഹോവയുടെ ആലയത്തിൽ ഞങ്ങൾ ദീർഘകാലം വസിക്കും. ദൈവത്തിൻ്റെ പ്രോമിസസ്, ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉള്ള പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങളും. സങ്കീർത്തനങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകളും വളരെ ശക്തം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പ്രൗഢഗംഭീരമായ ഒരു പ്രാർത്ഥന താൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. അപ്പോസ്തലൻ അവിടെ പറയുന്ന വാക്കുകൾ ഇതാണ്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്, ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്, അവിടുത്തെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, വിശുദ്ധന്മാരിൽ ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ദൈവവചനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നാം കേട്ടതുപോലെ ഈ മക്കൾ ദൈവത്തിൻ്റെ മനുഷ്യരാണ്. അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വളർത്തപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഒന്ന് വേറെ തന്നെയാണ്. സിറോഫൊയ്നീക്യക്കാരി എന്ന് പറയുന്ന സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
എത്ര വിശ്വാസത്തിൽ ഉറച്ചവളായിട്ടാണ് അവൾ പ്രാർത്ഥിച്ചത്. അവൾ എങ്ങനെയാണ് യേശുവിൻ്റെ പക്കൽ നിന്ന് തൻ്റെ പ്രാർത്ഥന, തൻ്റെ അപേക്ഷ നേടിയെടുത്തത്? നെവർ ഗിവ് അപ്പ് വെൻ യു പ്രേ ഫോർ യുവർ ചിൽഡ്രൻ. നമ്മൾക്ക് ആയുസ്സുള്ള അത്രയും കാലവും ധൈര്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മിലുള്ള വിശ്വാസത്തിലല്ല, മക്കളിലുള്ള വിശ്വാസത്തിലുമല്ല, നാം ആശ്രയിക്കുന്ന മാറ്റമില്ലാത്തവനായ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.